നവകേരളവുമായി ബന്ധപ്പെട്ട് വന്നതിൽ സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തല്ലോ. ഗവൺമെന്റിനുള്ള അധികാരം അവർ സ്ഥാപിച്ച് അതാണ് ശരി. ഞങ്ങൾ തന്നെ പറഞ്ഞു, ദൂരവ്യാപക പ്രത്യാഘാതം ഉളവാക്കുന്ന ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തിട്ടുണ്ട്. മറ്റത് ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടി കോടതി എങ്ങനെ ഇപ്പോൾ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സന്ദർഭത്തിൽ അഭിപ്രായം പറയുന്നില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രധാനമന്ത്രിയുടെ സന്ദേശം എല്ലാ ഗുണഭോക്താക്കൾക്കും ചെല്ലുന്നുണ്ടല്ലോ. അപ്പൊ കോടതി ഇത് പരിശോധിച്ചിട്ട് അതും കൂടി നിരോധിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ അതെ, ഏതാ വകുപ്പ് കോടതി നോക്കട്ടെ. അപ്പൊ പ്രധാനമന്ത്രി ഗുണഭോക്താക്കൾക്ക് അയക്കുന്ന ഡാറ്റ ലംഘനാണോ? അതാണോ? അപ്പോൾ നോക്കട്ടെ. അല്ല, പ്രധാനമന്ത്രി അയക്കുന്നത് സ്വകാര്യതയുടെ ലംഘനമായിട്ട് ഇത്ര കോടതി കണ്ടിട്ടില്ല. ഇത് കോടതിയിൽ വരട്ടെ, അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഗവൺമെന്റ് അഭിപ്രായങ്ങൾ കോടതിയുടെ മുൻപിൽ വരും. വന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഇതിപ്പോ നിങ്ങൾ കേട്ടോണ്ടിരിക്കല്ലേ. വരട്ടെ, അത് നമ്മൾ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാ തെലങ്കാന സ്റ്റോറി വരാത്തെ, എന്തുകൊണ്ടാ കർണാടക സ്റ്റോറി വരാത്തെ, എന്തുകൊണ്ടാ ഹിമാചൽ സ്റ്റോറി വരാത്തെ? കാരണം ആ സംസ്ഥാനങ്ങളിലെല്ലാം BJPയുടെ അതേ കാഴ്ചപ്പാട് തന്നെയാണ് കോൺഗ്രസും നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആ സ്റ്റോറിയിൽ ഇപ്പോ ഉത്തർപ്രദേശ് സ്റ്റോറിയിൽ ബുൾഡോസർ പോകുന്ന കാണാം, കർണാടക സ്റ്റോറി കൊടുക്കുകയാണെങ്കിൽ ബുൾഡോസർ ഇറങ്ങുന്നത് കാണാം. കേരളം വ്യത്യസ്തമാകുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നല്ല നേതൃത്വവും മതനിരപേക്ഷ മനസ്സും ജനാധിപത്യ ബോധമുള്ളതുകൊണ്ടാണ്. അത് ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടല്ലോ, മാധ്യമങ്ങൾ പ്രവർത്തകർ തന്നെ വളരെ നല്ല രീതിയിൽ ഡൽഹിയിൽ ചോദിച്ചല്ലോ. അവിടെ കൊണ്ടുവന്നതിൽ ആരും കേരളയില്ലല്ലോ. അപ്പൊ കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായൊരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഇപ്പൊ തന്നെ തുറന്നു കാട്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഈ ഭാഗം കൂടി നിങ്ങൾ കണ്ടോളണം. കോൺഗ്രസ് ഭരിക്കുന്നിടത്തൊന്നും അത്തരത്തിൽ സ്റ്റോറികൾ വരാതിരിക്കുന്നത് അവിടെ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടല്ലോ. കാരണം അവിടത്തെ ഇതും ഇപ്പോ ആസാം മുഖ്യമന്ത്രി അദ്ദേഹം ഒരു മുസ്ലിം ആളെ വെടിവെക്കുന്ന അതിന്റെ ഒരു നിർമ്മിതി വന്നു കഴിഞ്ഞപ്പോ അത് സംബന്ധിച്ച് യാതൊരു നടപടി ഉണ്ടായില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു മനസ്സ് ആസാമിന്റെ മുഖ്യമന്ത്രിക്ക് എവിടെ നിന്ന് കിട്ടി? ആ മനസ്സ് കിട്ടിയത് കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവന്ന മനസ്സാ. കാരണം കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നല്ലോ ആസാമിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. മണിപ്പൂരിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വംശീയമായ ആക്രമണത്തിനുള്ള മനസ്സ് ബീരൻ സിംഗിന് കിട്ടിയത്? കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവന്ന മനസ്സാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള മുദ്രാവാക്യം രാമരാജ്യവും അതുപോലെ തന്നെ ബാബറി മസ്ജിദിന്റെ പൂട്ടി മഹാത്മാഗാന്ധി നെഹ്റു പൂട്ടിയ സ്ഥലത്തെ താക്കോലാണല്ലോ ഇത് തുറന്ന് രാജീവ് ഗാന്ധി കൊടുത്തത്. ആ മുദ്രാവാക്യം ആര് കൊണ്ടുപോയി പിന്നീട്? അപ്പൊ കേരളത്തിൽ ഒരു BJP യുഗയാത്രയാണ് ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പരിസരം രൂപപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞല്ലോ, നിയമസഭയിലല്ലേ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരമുള്ളത്. ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ ഈ 5 വർഷമായി ധൈര്യം കിട്ടിയില്ല. ഒരു മന്ത്രിക്കെതിരെയും അത്തരത്തിലുള്ള ആരോപണവും സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇത്തരം ഗൌരവമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വരുമ്പോൾ വസ്തുതകളെ ഭയപ്പെട്ട് ഓടിപ്പോകുന്ന ഒരു ഭാഗമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അതാണ് ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത. അല്ലെ, വിമർശനം ഇപ്പൊ എല്ലാം ടീച്ചർ നന്നായിട്ടുണ്ട് അല്ലെ, നല്ല മനോഹരമായിട്ടുണ്ട്. മോഹൻലാലിന്റെ പേജിലും കാണുകയുണ്ടായി, നല്ല മനോഹരമായിട്ടുള്ള ഒരു ടീച്ചറാണ് കണ്ടത്. അല്ല, അതിപ്പോ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ഈ എന്തോ കപ്പ തിന്നുന്ന പോലെയല്ലോ ഇത്, അല്ലെങ്കിൽ പോയിട്ട് മറ്റേ പന്ത് കറക്കുന്നതല്ലോ. അപ്പൊ നിങ്ങളത് നോക്കിയാൽ ഒരു PR ഇവിടെ ഏജൻസി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നില്ല കനകേലുവിന് വേണ്ടി, അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് മോഹൻലാലും മുഖ്യമന്ത്രിയും തമ്മിൽ നല്ല സൗഹൃദമാണല്ലോ. മനോഹരമായിട്ടുള്ള ടീച്ചറാണ്. അപ്പൊ നിങ്ങളത് നന്നായിട്ട് പ്രചരിപ്പിക്കുക. അതൊക്കെ നിങ്ങൾ വേറെ ചോദിക്കേണ്ടായിരിക്കും.